അസ്സാം വലൈക്കും വറഹമത്തുള്ള. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹബി അജ്മഈൻ അമ്മാ ബഅദ്. എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൻ്റെ അറിവോടുകൂടെയും അവൻ്റെ അനുവാദത്തോടു കൂടെയുമാണ് ഈ ലോകത്ത് നടക്കുന്നത് എന്ന് നമ്മളെല്ലാവരും വിശ്വസിക്കുന്നുണ്ട്. അള്ളാഹുവിനെ നമ്മൾ ഹക്കീം എന്ന അള്ളാഹുവിനെ വിശേഷിപ്പിച്ചൊരു നാമമാണ് ഹക്കീം. എല്ലാ കാര്യങ്ങളെയും അതതിൻ്റെ സ്ഥാനത്ത് വയ്ക്കുന്നവൻ, അങ്ങേയറ്റത്തെ യുക്തി ജ്ഞാനമുള്ളവൻ എന്നൊക്കെ നമുക്കതിനെക്കുറിച്ച് പറയാൻ പറ്റും. അഗാധ ജ്ഞാനമുള്ളവൻ എന്നൊക്കെ അതിന് നമ്മൾ സാധാരണ പരിഭാഷ പറയാറുണ്ട്. അള്ളാഹുവിൻ്റെ ഹിക്മത്ത് അത് ചരിത്രത്തിൽ പല സംഭവങ്ങളും നമ്മൾ കാണുന്നതാണ്. അതിലേറ്റവും നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ്, ലോകത്ത് ആർക്കും ചോദ്യം ചെയ്യാൻ പറ്റാത്ത ഭരണകൂടമായിരുന്നു ഫിർഔനിൻ്റെ ഭരണകൂടം. ആ ഫറോവയുടെ ഭരണകൂടത്തെ ചോദ്യം ചെയ്യാനോ അവിടെ പീഡനങ്ങൾ അനുഭവിക്കുന്ന ബനു ഇസ്രായേലിക്ക് വേണ്ടി പ്രതികരിക്കാനോ ഒന്നും ആരും ഉണ്ടായിരുന്നില്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇനി ഭാവിയിൽ തന്നെ ചോദ്യം ചെയ്യാൻ ആരും ഉണ്ടായിക്കൂടാ എന്ന നിലക്കാണ് ആൺകുട്ടികളെ, ബനു ഇസ്രായേലിലെ മുഴുവൻ ആൺകുട്ടികളെയും കൊന്നുകളയാനും പെൺകുട്ടികളെ ജീവിക്കാൻ അനുവദിക്കാനും ഫിറൗൻ തീരുമാനിച്ചത്. ആ ഫിറൗന് തന്നെ ഉണ്ടായ ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തൻ്റെ കുട്ടിനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണമെന്ന നിലക്ക് അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം ആണ് മൂസാ നബിയുടെ മാതാവ് മൂസാ നബിയെ ഒരു പെട്ടിയിലാക്കിയിട്ട് എന്ത് ചെയ്യുന്നത്, നദിയിൽ ഒഴുക്കുന്നത്. നാം ആലോചിക്കണം, തനിക്കെതിരെ ഒരു ശത്രു വളർന്നു വരാതിരിക്കാനും തൻ്റെ ഭരണകൂടത്തിന് ഭീഷണിയാകാതിരിക്കുവാനും വേണ്ടി ഫിറൗൻ ഏർപ്പെടുത്തിയിട്ടുള്ള ഈ വംശഹത്യ, അതിൽ ഫിറൗനിന് അവസാനം കുറിക്കാൻ അള്ളാഹു ജന്മം നിയോഗിച്ച ആ മൂസാ നബി അലൈഹിസ്സലാം മാത്രം വളർന്നു. ആ മൂസാ നബി അലൈഹിസ്സലാം വളരുന്നത് എവിടെയെന്നറിയോ? എല്ലാവരെയും കൊന്നുകളയാൻ ഓർഡറിട്ട ഫിറൗൻ്റെ കൊട്ടാരത്തിലാണ് വളരുന്നത്. അങ്ങനെ മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ ആ പോരാട്ടങ്ങൾക്കൊടുവിൽ ഫിറൗൻ വെള്ളത്തിൽ മുങ്ങി മരിക്കുന്നത്, ആ മുഴുവൻ പ്രതാപവും നഷ്ടപ്പെട്ട് അവൻ്റെ എല്ലാ തോട്ടങ്ങളിൽ നിന്നും ഉദ്യാനങ്ങളിൽ നിന്നും കൊട്ടാരങ്ങളിൽ നിന്നും അവരെ മുഴുവനും പുറത്തിറക്കുന്ന മനോഹരമായ കാഴ്ച വിശുദ്ധ ഖുർആൻ വായിക്കുമ്പോൾ നമ്മളതിൽ കാണുന്നുണ്ട്. സത്യത്തിൽ ഈ സംഭവം ഓർമ്മ വരാൻ കാരണം, കേവലം ഒരു നീതിപീഠത്തുണ്ടായിരുന്ന ഒരു പരാമർശം, പാറ്റകൾ എന്ന് പറയുന്ന ഒരു പരാമർശം, ആ പരാമർശം ഒരുപക്ഷേ ഭരണകൂടങ്ങൾക്ക് ചിലപ്പോഴെല്ലാം അനുകൂലമായ സംസാരങ്ങൾ വന്നു പോകാറുള്ള ഒരു കേന്ദ്രത്തിൽ നിന്ന് അത്തരമൊരു സംസാരം വന്നപ്പോൾ അതിനെതിരെ ഈ പുതിയ ജെൻസിയുടെ പ്രതികരണം എത്ര ശക്തമാണെന്ന് ആലോചിക്കുന്നു. ശക്തമായൊരു പ്രതിപക്ഷത്തിന് പോലും സാധിക്കാത്തതാണ് ഒരു മന്ത്രിയുടെ രാജി എന്ന് പറഞ്ഞാൽ. എന്തെല്ലാം സംഭവങ്ങളുണ്ടായത്. ആ പ്രസ്താവന പറഞ്ഞ നീതിപീഠത്തിൽ തന്നെ അതിൻ്റെ തിരുത്തു വന്നു. അതേപോലെ തന്നെ എന്തെല്ലാം ഈ പുതിയ സമരക്കാർ ആവശ്യപ്പെട്ടു, ആ ആവശ്യങ്ങളെല്ലാം അംഗീകരിക്കപ്പെട്ടു. ഇന്ത്യയിലെ ജനാധിപത്യം വീണ്ടും ഒന്ന് ഉണർന്നു. ഭരണകൂടത്തിൻ്റെ അനീതികളെ ചോദ്യം ചെയ്യുവാനുള്ള ഒരു മനക്കരുത്ത് ജനങ്ങൾ ആർജിച്ചു. അതേപോലെ തന്നെ ഒരു പാർട്ടിക്കും അടിയറ വയ്ക്കാത്ത, തങ്ങളുടെ ഭാവിയും നാടിലെ ജനാധിപത്യവും മതേതരത്വവും ഒക്കെ ആഗ്രഹിക്കുന്ന ഒരു വലിയ തലമുറയുടെ ഉയർത്തെഴുന്നേൽപ്പിന് കാരണമായി. എന്തെല്ലാം അത്ഭുതങ്ങളാണ് ഒരു പാറ്റവിളിയിൽ നിന്നുണ്ടായത് എന്ന് ആലോചിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ ഹിക്മത്ത് അതന്നെയല്ലേ നമ്മൾ പറയണത്. ഒരു വലിയ അത്ഭുതങ്ങളായിട്ടാണ് ഇപ്പോൾ എന്തിട്ട് സംഭവിച്ചിട്ടുള്ളത്. മാത്രമല്ല, ഇതിൽ ഏറ്റവും എന്തെങ്കിലും ഒരു ഭരണകൂടത്തിൻ്റെ അന്യായത്തിനെതിരെ ആരെങ്കിലും ഒന്ന് ശബ്ദിച്ചിട്ടുണ്ടെങ്കിൽ ആ ശബ്ദിക്കുന്ന വ്യക്തിയെ ദേശദ്രോഹിയായും അതേപോലെ തന്നെ രാജ്യത്തിൻ്റെ ശത്രുവായിട്ടും ഒക്കെ ചിത്രീകരിക്കുന്ന ഒരവസ്ഥയിൽ നിന്ന് അങ്ങനെ വിളിക്കുന്നതിൻ്റെ ഒരു സാധ്യത പോലും, അതിൻ്റെ വില പോലും നഷ്ടപ്പെടുത്തി കളയാൻ കഴിഞ്ഞു. കാരണം വളരെ ശക്തമായി നിഷ്പക്ഷമായി ഈ സമരത്തെ അനുകൂലിച്ച മുഴുവൻ ആളുകളെയും ആ പേര് വിളിച്ചപ്പോൾ ആ പേരും ഇനി വിളിക്കാൻ പറ്റാത്ത വിധം അപ്രസക്തമായി പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. ഒരു നിസ്സാരമായ പാറ്റവിളിയിൽ നിന്ന് ഉത്ഭവിച്ച ഒരു മഹാവിപ്ലവം, മഹാസമരം, പ്രതിഷേധം എന്തുമാത്രം അത്ഭുതകരമായ ഫലങ്ങളാണ് ഉണ്ടാക്കിയത് എന്ന് നമ്മൾ കണ്ട ദിവസങ്ങളായിരുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങൾ. തീർച്ചയായും എന്തുതന്നെ നടന്നാലും സത്യത്തിനും നീതിക്കൊക്കെ ഒരു കാലത്ത് വിജയമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതും അങ്ങനെ ഒരു വാഗ്ദാനം ഉള്ളതും ഒക്കെ സത്യമാണെന്ന് പുലരുന്ന ചില സന്ദർഭങ്ങളാണ്
നമ്മുടെ മുന്നിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ആത്മാർത്ഥമായ പ്രാർത്ഥനയും അർപ്പണബോധവും നീതിക്കൊപ്പം നിൽക്കുവാനുള്ള സന്മനസ്സും ഉണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് ഒരു നല്ല ഭാവിയെ പ്രതീക്ഷിക്കാനാകും എന്ന ശുഭകരമായ വാർത്തകളാണ് യഥാർത്ഥത്തിൽ നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു സമാധാനവും സന്തോഷവുമുള്ളൊരു നാടായി മാറാൻ നമ്മുടെ നാടിന് സൗഭാഗ്യം പ്രദാനം ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു.